ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. നന്ദകിഷോർ സംവിധാനം ചെയ്ത് സാക്ഷാൽ മോഹൻലാലിനെ നായകനാക്കി റിലീസ് ചെയ്യാനൊരുങ്ങുന്ന പുതിയ ചിത്രമാണ് വൃഷഭ. അതിൻ്റെ ട്രെയിലറാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ സാം CS ആണ്. അപ്പോൾ നേരത്തെ തന്നെ ടീസറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരു അമിത പ്രതീക്ഷകളോ അമിത ഭാരങ്ങളോ ഇല്ല. എന്നിരുന്നാലും ലാലേട്ടനാണല്ലോ, സ്റ്റാർ ആണല്ലോ, ലെജൻഡ് ആണല്ലോ. പുള്ളിയായ പിന്നെ മലയാളികൾക്ക് മറക്കാൻ കഴിയില്ലല്ലോ. സോ നമുക്ക് ആ ട്രെയിലർ ഒന്ന് റിയാക്ട് ചെയ്യാം. വൃഷഭ ട്രെയിലർ. തന്റെ സ്വപ്നങ്ങളിൽ ഹിംസ, രക്തവർഷം, യുദ്ധം എന്നീ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും കാണുന്നു. വാട്ട് യു കാൻറ്റ് ഡിഫൈൻ, ദി ബ്രെയിൻ ഡിനൈസ്. ബാഹുബലിയ ഇല്ലാതാക്കാൻ ആളുകളെ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലണ്ടല്ല. അമ്മയോട് യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. കണ്ടിട്ട് എനിക്കൊന്നും ടൈം ട്രാവൽ ആണെന്ന് തോന്നുന്നു. പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണെന്നാണ് തോന്നുന്നത്. പാസ്റ്റിലെ രാജാവ്, രാജകിരീടം, അതുപോലത്തെ സംഭവങ്ങൾ പ്രസന്റിൽ വരുമ്പോൾ, അതായത് ഫ്യൂച്ചറിൽ വരുമ്പോൾ മൾട്ടി ബില്യണയർ, ഓഫീസ് ജോലി, പണക്കാരൻ, ലൈഫ് സ്റ്റൈൽ, അങ്ങനത്തെ കണ്ടങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ തയ്യാറാണ്. എന്റെ വംശത്തിനെ വെല്ലുവിളിച്ച ഈ കുമാരനുള്ള ഉത്തരം പോരാട്ട വേദിയിൽ വെച്ചാണ്. സംസാരം ഇവനെ കൊല്ലാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ. ആന, കുതിര, തേര്, രാജ്യം, രക്തം, അസമാധാനം എല്ലാം ആൾക്കാർ. നിന്നെ അലട്ടുന്നത് നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. ആറാട്ടാ ഗൈസ്, കണ്ടപാടെ ഒരു ബോംബ് മണക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഈ വന്ന സിനിമകളും അതിൻ്റെ റെഫറൻസുകളും വെച്ച് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ബോംബ് സിനിമകളൊക്കെയാണ്. ആൻഡ് ഇതിലെ ഡബ്ബിങ് വളരെ മോശം. ഒരു വച്ച് പിടിച്ച് സംസാരിക്കുന്നവരുണ്ട്. ഈവൻ ലാലേട്ടൻ്റെ ആ ഒരു ടോണ് പോലും ഒരു നാടകത്തിൽ, അതായത് രാജാവ് സംസാരിക്കും, പക്ഷെ അത് ഒരു ക്ലിയർ തോട്ടായിട്ട് വരുന്നില്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. ആ സംസാരം തന്നെ മോശമായിട്ടാണ് എനിക്ക് കേട്ടത്. ആൻഡ് ഇതിൽ എനിക്ക് തോന്നുന്നത് അത് ലാലേട്ടൻ്റെ മകനാണെന്ന് തോന്നുന്നു. പുള്ളിക്കും കുറച്ച് റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ. മന്ത്രവാദം വരുന്നു, രാജ്യസേവനം വരുന്നു, ബില്യണയർ സെറ്റപ്പ് വരുന്നു, കണ്ടറിയാം. പക്ഷെ നിന്റെ മോഹം വെറും അതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ വേണ്ടി നമുക്ക് പോരാടാം. സൗണ്ട് വർക്ക് പാൻ ഇന്ത്യൻ പടമാണ് കേട്ടോ. റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ നന്ദകിഷോർ. ഇൻ സിനിമാസ് ഡിസംബർ 25, 2025. 2025 ഡിസംബർ 25 ക്രിസ്മസ് റിലീസായിട്ടാണ് ലാലേട്ടൻ അഭിനയിക്കുന്ന, നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന വൃഷഭ റിലീസിനൊരുങ്ങുന്നത്. മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ, അങ്ങനെ കുറച്ച് 4-5 ഭാഷകളിലുണ്ട്. പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ട്രെയിലർ കണ്ടനുസരിച്ച് ട്രെയിലർ പറയുന്നത് ഒരു ടൈം ട്രാവൽ സെറ്റപ്പ് തന്നെയാണ്. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കാര്യങ്ങളും തമ്മിലുള്ള, മുമ്പ് ലാലേട്ടൻ ഒരു രാജാവായിരിക്കണം, അല്ലെങ്കിൽ ലാലേട്ടൻ സ്വപ്നം കാണുന്നതായിരിക്കും, എന്താണെന്ന് കണ്ടറിയണം. അതിനി കങ്കുവ ടൈപ്പ് പോലെ ആയിരിക്കുമോ? കങ്കുവൽ ഇതുപോലെ ഇല്ലേ? മുമ്പ് ഒരു ട്രൈബിലായിരുന്നു, പിന്നെ പക്ഷെ അതിൽ 2 സൂര്യ ഉണ്ട്, ഇതിലിപ്പം 2 ലാലേട്ടനുണ്ടോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ കണ്ടപാടെ ഒരു കിടിലൻ ബോംബ് വരുന്നതായിട്ടാണ് തോന്നുന്നത്. ലാലേട്ടൻ്റെ വോയിസ് മോഡുലേഷനും അല്ലെങ്കിൽ ആ ഡബിങ് അതൊക്കെ നിങ്ങൾ കേട്ട് കാണും. വളരെ മോശമായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അത് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക, നാടകത്തിൽ സംസാരിക്കുന്ന പോലെ കേൾക്കുന്നുണ്ട്. ചിലപ്പം എന്താ പറയുക, ആ ഒരു ക്യാരക്ടർ അങ്ങനെ പറയാൻ വേണ്ടി സമ്മതിക്കുന്നതായിരിക്കും. പക്ഷെ എന്നാലും കേൾക്കുമ്പോൾ അതൊരു ബോറായിട്ട് തോന്നുന്നുണ്ട് സത്യം. അതിൽ കള്ളം പറയേണ്ട ആവശ്യം എനിക്കില്ല. ഒരു ബോറായിട്ട് തോന്നുന്നുണ്ട്.
ആൻഡ് സിനിമ ഒരു ആദ്യം തുടക്കമൊക്കെ വന്നപ്പം ലാലേട്ടൻ വന്നപ്പോൾ കൊള്ളായിരുന്നു. പിന്നെ ആ ഡയലോഗ് ഡെലിവറിയിലൊക്കെ ആ സ്ക്രീൻ പ്രസൻസ് കണ്ടപ്പം അതെനിക്കൊന്നും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അത് കാണാൻ തന്നെ വഷളായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മകന് കുറച്ച് റോളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. മകനും കണ്ടപാടെ ഓവറാക്കുമെന്നാണ് ഇതിൽ തോന്നുന്നത്. മൊത്തത്തിൽ സിനിമ തന്നെ ഒരു ഓവറാവും എന്നുള്ളൊരു സംശയം എനിക്കിപ്പോൾ വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. ആ അമ്മാതിരി ഒരു ബോർ ട്രെയിലറാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ട്രെയിലറിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ലാലേട്ടനെ കാണിക്കാനും ലാലേട്ടനെ ഒന്നും എടുത്ത് പറയാനുള്ള സീൻസും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ഡബിങ് വളരെ മോശമാണ്. ആൻഡ് സാംസിയസ് ആണ് മ്യൂസിക്കും ഒന്നുമില്ല. അത് വലിയ എനിക്ക് ആ മ്യൂസിക്കിനെ ഒന്നും ഫീൽ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ മ്യൂസിക്കിനെ ഒന്നും സാംസിയസിൻ്റെ മ്യൂസിക്കാണ് ആദ്യം ഞാൻ മ്യൂസിക്കിൻ്റെ കാര്യവും മറന്നുപോയി. കാരണം ഇതിൽ മ്യൂസിക് ഉണ്ടാകുന്നു. കാരണം ട്രെയിലർ അങ്ങനെയാണ് പോകുന്നത്. ആൻഡ് സീൻസും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പോകാനുള്ള ഒരു താല്പര്യ രീതിയിലുള്ള സീൻസും കാര്യങ്ങളൊന്നും ട്രെയിലറിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ട്രെയിലറും ആവറേജും അല്ല, ബിലോ ആവറേജും അല്ല, അതിനും താഴെയാണ്. എനിക്ക് തോന്നുന്ന ഒരു വലിയൊരു ബോംബ് വരികയാണ് എന്നുള്ളതാണ്. അപ്പം ലാലേട്ടനെ കൂടാതെ തന്നെ നാളെ ബബ്ബബ്ബ റിലീസ് ചെയ്യുന്നുണ്ട്. അതിലൊരു സ്പെഷ്യൽ അപ്പിയറൻസ് ആയിട്ട് ദിലീപ്, ജനപ്രിയനായ ദിലീപിൻ്റെ കൂടെ എത്തുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ആ ഒരു ഹൈപ്പിൽ ബബ്ബബ്ബയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് അൺഇമാജിനബിൾ ആണ്. കാരണം ഒരുപാട് എന്താ പറയുക, ഇപ്പം തന്നെ റെക്കോർഡ് ബുക്കിങ്ങും കാര്യങ്ങളും പ്രീ സെയിൽസൊക്കെ ബബ്ബയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാതെയും കൂടെ ബബ്ബയ്ക്ക് ലാലേട്ടനെതിരെയും ഒരുപാട് ആശയങ്ങൾ, വിരോധങ്ങൾ, വിയോജിപ്പുകൾ വരുന്നുണ്ട്. ദിലീപിന് കൂട്ടു നിൽക്കുന്നു. ദിലീപ് ഈ കേസ് വിധി വന്നിട്ടുമായിട്ട് ദിലീപിൻ്റെ സിനിമയുടെ പോസ്റ്റർ ഇട്ടു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതൊക്കെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ആൻഡ് വൃഷഭ 2025 ക്രിസ്മസ് റിലീസിനും എത്തുന്നുണ്ട്. കണ്ടപാടെ ലാലേട്ടന് ഈ ഡിസംബർ ഈ വർഷാവസാനം ഒരു ഇടിയോടെ തീരാനാണ് ചാൻസ്. കാരണം നാളെ അഫ്കോഴ്സ് ബബ്ബബ്ബയ്ക്ക് പോസിറ്റീവ് റിവ്യൂ വന്നില്ലെങ്കിൽ ബബ്ബബ്ബയുടെ കാര്യവും തീർന്നു, ലാലേട്ടൻ്റെ കാര്യവും തീർന്നു. കാരണം ലാലേട്ടൻ ദിലീപിന് കൂട്ടി നിന്നിട്ടും ദിലീപ് ജയിച്ചില്ല എന്നുള്ളൊരു ടോക്കും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് ലാലേട്ടന് അതൊരു എന്താ പറയുക, തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുമാതിരി തന്നെ ഈ വൃഷഭ 2025 ഡിസംബർ 25 റിലീസ് ചെയ്യുമ്പോൾ വൃഷഭയിലും ആ ഒരു നല്ല ക്യാരക്ടറെ ഒന്നില്ലെങ്കിൽ ഈ എൻഡ് പിന്നെ വേറെ പടങ്ങളൊന്നുമില്ല. ഈ എൻഡിൻ്റെ ആ അവസാനം ലാലേട്ടന് ഊഷ്മളമായ സങ്കടത്തോടെ തന്നെ ഇറങ്ങേണ്ടി വരും. പിന്നെ എന്താ പറയുക, നാളെ കണ്ടറിയാം ബബ്ബബ്ബയിൽ എങ്ങനെയാണ് അത് സിനിമ വരുന്നതെന്ന്. ലാലേട്ടന് മിന്നുമോ കസർമോ എന്നൊക്കെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മിന്നുമോ കസർമോ എന്ന് വന്ന്, പക്ഷെ ആ ഒരു പാട്ട് കേട്ടപ്പോൾ ഉള്ള ഹൈപ്പ് കയറി എങ്ങോട്ട് ഇത് അത് ഒറ്റ പാടെ താഴോട്ടിത് എന്നാക്കി വിട്ടിരിക്കുകയാണ് ആ അവസ്ഥ. അപ്പോൾ നമുക്ക് കണ്ടറിയാം എങ്ങനെയാണ് എന്താണ് അവസ്ഥ വരുമെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പം അഫ്കോഴ്സ് ദിലീപും ലാലേട്ടനും ഒരുമിക്കുന്നത് ഒരു വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. കാരണം രണ്ട് അധികായന്മാർ. പിന്നെ ദിലീപ് ഇപ്പം ആ കേസും കാര്യങ്ങളും ഇല്ലായിരുന്നെങ്കിൽ വീണ്ടും ഒരുപാട് സിനിമകളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു നല്ലൊരു ആക്ടറായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അപ്പോൾ വൃഷഭ ഗൈസ് ഒരു ബോംബ് പൊട്ടുന്ന മണക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ ആ സംസാരമൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം ആ ഒരു വോയിസ് ഓവറും ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇടയ്ക്ക് നല്ല പടം ചെയ്യുക, ഒരു പടം ആരും കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി ലാലേട്ടൻ ചെയ്യും. അതുപോലത്തെ ഒരു പടമാണ് വൃഷഭ എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സിനിമ. അല്ലാതെ ഈ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ട്രെയിലറിലാണ് ഒരു മണ്ണും ഇല്ല ഗൈസ്.